മഴക്കെടുതിയിൽ പുതുച്ചേരിയിലും ചെന്നൈയിലും 8 മരണം. പുതുച്ചേരിയിൽ 208 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. തിരുവണ്ണാമലൈ, കള്ളക്കുറിച്ച്, വിഴുപ്പുരം ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതേസമയം ഫെങ്കൽ കൂടുതൽ ദുർബലമായിട്ടുണ്ട്. മേഘ പി പണിക്കറുണ്ട് വിശദാംശങ്ങളുമായി. മേഘ, ഈ ആശങ്കയുടെ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? പ്രദേശത്ത് ഇപ്പോൾ മഴയുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുള്ളവരൊക്കെ ഇപ്പോഴും അവിടെ തുടരുകയാണോ? തിരുവണ്ണാമലൈ, കള്ളക്കുറിച്ചി, വിഴുപ്പുരം ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചെന്നൈ അടക്കം 7 ജില്ലകളിലും പുതുച്ചേരിയിലും കാരക്കലും ഓറഞ്ച് അലർട്ടാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ഫെങ്കൽ കൂടുതൽ ദുർബലമായിരിക്കുകയാണ്. അടുത്ത 12 മണിക്കൂറിൽ ഇത് ന്യൂനമർദ്ദമായി മാറും എന്നുള്ള ഒരു വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഫെങ്കൽ തീരത്തെത്തിയത്. ചെന്നൈയിലെ ബീച്ചുകളിൽ ഉയർന്ന വേലിയേറ്റത്തിനും കടൽക്ഷോഭത്തിനുമായിരുന്നു സാക്ഷ്യം വഹിച്ചിരുന്നത്. ഇന്ന് രാവിലെ എല്ലാം ഇങ്ങനെയൊരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ ഫെങ്കൽ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക ഭരണകൂടം, പോലീസ് സേന, സൈന്യം, സ്പെഷ്യലൈസ്ഡ് റെസ്ക്യൂ ടീമുകൾ എന്നിവയും പ്രവർത്തനമാണ് സ്ഥലത്ത് ഇപ്പോൾ തുടരുന്നത്. മഴക്കെടുതിയാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായി തമിഴ്നാടിനെ ബാധിച്ചിരിക്കുന്നത്. പല മേഖലയിലും വെള്ളക്കെട്ടാണ് രൂക്ഷം. ഈ വെള്ളക്കെട്ടിൽ മറ്റും വീണാണ് ഏകദേശം 7 ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് 8 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളക്കെട്ടിൽ വീണുള്ള മരണമാണ് ഇപ്പോൾ പ്രദേശത്ത് തുടരുന്നത്. 30 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന മഴയ്ക്കാണ് പുതുച്ചേരി സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പുതുച്ചേരിയിൽ ഒറ്റ രാത്രി കൊണ്ട് 50 സെന്റിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത്. ഇതാണ് കനത്ത വെള്ളപ്പൊക്കത്തിലേക്ക് കാരണമായത്. വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തകർ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമിയുടെയും ഒരു സേവനം ഈ മേഖലയിൽ ലഭ്യമാണ്. വിമാന സർവീസുകളും അതേപോലെ തന്നെയുള്ള മറ്റ് പൊതുഗതാഗത സർവീസുകളെല്ലാം തന്നെ താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ്. ഏതായാലും പ്രദേശത്ത് ഇപ്പോൾ റെഡ് അലേർട്ടാണ്. മഴയൊന്ന് ശമിച്ചെങ്കിലും മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. നിത, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.